ഞാൻ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി എറണാകുളം ജില്ലയിലെ പറവൂര് ചേന്നാമംഗലം കോട്ടയിൽ കോവിലകം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളൊരു നവചണ്ഡിക മഹായാഗം നടത്തുകയാണ്. നമ്മുടെ ചാലക്കുടിയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമ തീരമാണ്. കുന്നിന് മുകളിലുള്ള ക്ഷേത്രമാണ്. കാടിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ക്ഷേത്രമാണ്. ഇവിടെയാണ് നവചണ്ഡികാ യാഗം നടത്തപ്പെടുന്നത്. വില്ലാർവട്ടം മഹാരാജാവിൻ്റെ ആസ്ഥാനമായിരുന്ന കോട്ടയുടെ അകത്തെ കോവിലകം, വില്ലാർവട്ടം മഹാരാജാവിൻ്റെ ആസ്ഥാനമായിരുന്ന കോട്ടയുടെ അകത്തെ കോവിലകത്തെയാണ് ഇന്ന് നമ്മൾ അറിയുന്ന കോട്ടയിൽ കോവിലകം എന്ന പ്രദേശമായി മാറിയത്. ശരിക്ക് ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഇന്ന് നാടിൻ്റെ പേരായി വർത്തിക്കുന്നത്. ഇവിടെയാണ് നവചണ്ഡിക മഹായാഗം നടത്തപ്പെടുന്നത്. ചണ്ഡിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചണ്ഡിക ചണ്ഡിക മഹായാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരദേവതാ സ്ഥാനങ്ങൾ, പാരമ്പര്യം, പൈതൃകം എന്നീ ഉൾപ്പെടുന്ന പരദേവതകളെ തിരിച്ചറിയാത്ത, പരദേവതകൾ എവിടെയാണെന്ന് അറിയാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ അവസാന ഘടകമാണ്, അവസാന ക്രിയയാണ് ചണ്ഡിക. അതുകൊണ്ടാണ് ചണ്ഡികാ മഹായാഗം നടത്തപ്പെടുന്നത്. നമ്മൾ ഈ ക്ഷേത്ര പരിസരത്ത് 3 ശാലകളിലായിട്ടാണ് നമ്മൾ ചണ്ഡികായാഗം നടത്തപ്പെടുന്നത്. ഒന്ന് ഭോജനശാല. രാവിലെ 8 മുതൽ അമൃതഭോജനം തുടങ്ങിയാൽ രാത്രി 8 വരെ ഇടതടവില്ലാതെ സജ്ജനങ്ങൾക്ക് ഭക്ഷണം, അന്നം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ശാലയായ പ്രോക്ഷണശാല, അറിവിൻ്റെ ശാല എന്നും പറയാം. നൃത്തം, സംഗീതം, പ്രഭാഷണങ്ങൾ, അനുമോദനങ്ങൾ, ആദരവുകൾ, സമ്മേളനങ്ങൾ. അതുകൂടാതെ സൂര്യഗായത്രി ഫൗണ്ടേഷൻ ചെന്നൈയുടെ സഹകരണത്തോടെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും നൃത്തങ്ങളും സംഗീതങ്ങളും ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതും, അതുകൂടാതെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലുള്ളവരും കഴിവുള്ളവരുമായിട്ടുള്ളവരും സംബന്ധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ ശാലയായ യാഗശാല രാവിലെ 5:30 മുതൽ വൈകിട്ട് 7:30 വരെ യാഗം ഒഴിച്ചുള്ള സമയങ്ങളിൽ നാരായണീയം പോലുള്ള പാരായണങ്ങളോടുകൂടി അപൂർവങ്ങളിൽ അപൂർവങ്ങളായി 3 ശാലകൾ ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ മഹത്വമാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുകൂടാതെ 108 ദേവീക്ഷേത്രങ്ങളിൽ നിന്നും കൊല്ലൂർ മൂകാംബികാ ദേവിയുടെ തിരുസന്നിധിയിൽ മുതൽ കൊടുങ്ങല്ലൂരും ചോറ്റാനിക്കരയും ഉൾപ്പെടെയുള്ള 108 ദേവീക്ഷേത്രങ്ങളിൽ നിന്നും ഓരോ കുടുംബത്തിലെ 4 പേരുടെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സഹകരണത്തോടുകൂടി 108 ജ്യോതികൾ, ദിവ്യജ്യോതികൾ കുന്നത്തുതളി മഹാദേവ ക്ഷേത്രത്തിൽ ഒക്ടോബർ മാസം 3-ാം തീയതി 2 മണി മുതൽ 3 മണിക്കുള്ളിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി യാഗവേദിയിൽ ആദരിച്ച് ഇരുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന ആ സമയത്ത് യതിപൂജ 9 സന്യാസിമാർ, കേരളത്തിലെ പ്രഗത്ഭരായ ചിദാനന്ദപുരി സ്വാമിജികൾ, ചെങ്കോട്ടുകോണം സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി, ശ്രീരാമകൃഷ്ണാശ്രമം തൃശ്ശൂർ നന്ദാത്മജ സ്വാമിജി, അമൃതാനന്ദമയി മഠം പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി, ആലുവ അദ്വൈതാശ്രമം സ്വാമിജി, ഗോരഖ്നാഥ് സ്വാമിജി, സത്യാനന്ദ തീർത്ഥപാദർ, കേരളത്തിന് പുറത്തുനിന്ന് നമ്മുടെ ശ്രീഹരിപ്രസാദ് സ്വാമികൾ മദ്രാസ്, അതുകൂടാതെ മൈത്രേയ ഗുരുകുലം വിട്ടല മംഗളൂരുവിൽ നിന്ന് സീതാറാം കേതലായ മുതലായ 9 സന്യാസിമാരെ, യതിവര്യന്മാരെ പൂജിക്കുന്നു എന്നുള്ളതും 108 ജ്യോതികളെ ദർശിക്കാൻ സാധിക്കുന്നു, 108 ക്ഷേത്രങ്ങളിൽ ദർശിക്കാൻ പോകുന്നതിന് തുല്യമായി അവരെ 9 യതിവര്യന്മാരെയും 108 ജ്യോതികളെയും ദർശിച്ച് സായുജ്യമണയാനുള്ള ഒരവസരം കൂടി ഒരുക്കുന്നു. നമ്മുടെ ക്ഷേത്രം 250 വർഷങ്ങൾക്ക് മുൻപ് വില്ലാർവട്ടം മഹാരാജാവിൻ്റെ ആസ്ഥാനമായിരുന്ന ഈ കോട്ടയിൽ കോവിലകം ക്ഷേത്രത്തിൻ്റെ വളരെ ശോച്യമായ അവസ്ഥയിൽ ആ പാരമ്പര്യ പൈതൃക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ
നമ്മുടെ ചണ്ഡികാദേവിയുടെ യാഗം നടത്തുന്നതിന് 108 ജ്യോതികളും 9 സന്യാസിമാരുടെ യതിപൂജയോടുകൂടി യാഗശാലയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി ആ ഭദ്രദീപത്തിലാണ് ചണ്ഡികായാഗം നടത്തുന്നു എന്നുള്ളത് വളരെ മഹത്തരമാക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഒക്ടോബർ മാസം 4-ാം തീയതി മുതൽ 13-ാം തീയതി വരെ 10 ദിവസങ്ങളിലായി 9 കുമാരിമാരെ, 10 വയസ്സിൽ താഴെയുള്ള കുമാരിമാരെ കുമാരി പൂജ എന്ന സങ്കല്പത്തിൽ നമ്മുടെ കുട്ടികളെ പ്രത്യക്ഷ ദേവിയായി ഋത്തിക്കുകൾ പൂജിച്ച് ആരാധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന്, പൈതൃകത്തിൽ നിന്ന് നമ്മുടെ ഒരു കവചം, അവർക്ക് മരണം വരെ ആ കുട്ടികൾക്ക് ഒരു സംസ്കാരത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ, ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ കവചം സൃഷ്ടിക്കുക എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടും നമ്മുടെ അമ്മമാർ, സ്വന്തം അമ്മയും അച്ഛനും നമ്മുടെ കുട്ടികളെ നമസ്കരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാകുന്നു. ഇതൊരു സന്ദേശമായി നമ്മൾ കേരള ജനതയുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഒക്ടോബർ മാസം 13-ാം തീയതി ഉച്ചയോടുകൂടി നവചണ്ഡിക മഹായാഗം പൂർണ്ണാഹൂതിയോടുകൂടി സമാപിക്കുമെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും തുടർന്ന് നടക്കുകയും വൈകിട്ട് നമ്മുടെ 3 ക്ഷേത്രങ്ങൾ, തൊട്ടടുത്തുള്ള 3 ക്ഷേത്രങ്ങൾ, ഒന്ന് കോട്ടയിൽ കോവിലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കുന്നത്തുതളി മഹാദേവ ക്ഷേത്രം, അങ്കാളിയമ്മൻ ക്ഷേത്രം തുടങ്ങിയ 3 ക്ഷേത്രങ്ങളും ചാലക്കുടിയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമം തീരം മുതലുള്ള വഴിത്താരകളിലൂടെ 3 ക്ഷേത്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷദീപോത്സവം നാരീശക്തി എന്ന സങ്കല്പത്തിൽ 500-ൽ പരം സ്ത്രീജനങ്ങളാൽ പ്രകൃതിയാകുന്ന അമ്മയിലേക്ക് സ്ത്രീകളാവുന്ന ജനങ്ങളെ കൊണ്ട് 108 ജ്യോതിയും യാഗാഗ്നിയുമായ ജ്വാലാമുഖിയായ അമ്മയെ, ഈ ഊർജത്തെ നമ്മുടെ സ്വന്തം പേരിലും നാടിൻ്റെ പേരിലും വീടിൻ്റെ പേരിലും പ്രകൃതിയിലേക്ക് ജ്വലിപ്പിച്ചുകൊണ്ട്, 1,00,000-ൽ പരം ദീപങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് അവരവരുടെ പാരമ്പര്യത്തിൻ്റെ, പൈതൃകത്തിൻ്റെ, പരദേവതയുടെ പിതൃ ശാപത്തിൻ്റെ, കോപത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ലക്ഷദീപത്തിലൂടെ ആ ജ്വാലാമുഖിയായ അമ്മയെ 1000 ഹോമങ്ങൾ ചെയ്യുന്നതിന് തുല്യമായി പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതും ഇതിൻ്റെ സവിശേഷതയാണ്. ഒക്ടോബർ 3 മുതൽ 13 വരെ നടക്കുന്ന 11 ദിവസങ്ങളിലായി നടക്കുന്ന നവചണ്ഡിക മഹായാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യാഗത്തിൻ്റെ മഹത്വമായ ആ പുണ്യ പൂങ്കാവനമായ കോട്ടയിൽ കോവിലകം കുന്നിലേക്കും നാനാജാതി മതസ്ഥരുടെ ലോകത്തിലെ തന്നെ 250 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ ദേവാലയങ്ങൾ കൊണ്ടും മാനവ മൈത്രിയതയുടെ കേദാരമെന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സൗഹൃദത്തിൻ്റെ കേന്ദ്രമായിരുന്ന ആ കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന നവചണ്ഡിക മഹായാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സജ്ജനങ്ങളെയും ഗുരുനാമത്തിൽ, ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.